പുഞ്ചിരിപ്പൂക്കളുമായി പ്രേക്ഷക മനം കവരാനെത്തുന്നു നമ്മുടെ സ്വന്തം അനന്യക്കുട്ടി. വെൽക്കം അനന്യ ഓൺ സ്റ്റേജ്. ഭയങ്കര സുന്ദരിയായിരിക്കുന്നു. ഇതെങ്ങനിത്? ഞാനൊരു മഹാറാണിയായതെന്താ? മഹാറാണിയാണോ? നീ മഹാറാണിയല്ല, നീ മഹാറാണിയാണ്. നീ മഹാറാണി. ഏത് പാട്ടാണെന്നും കൂടെ അറിയട്ടെ. അരേരെ അരയോ കിങ്ങിണിയോ നിറ കിങ്ങിണിയോ കിളി പാടിയോ. ഓ പുലിയോ പൂമൊലി പാടിയോ കുരു കുരുവ പൂവുക ചൂടിയോ കളമൊഴി നിൻ പൂന്തുടി പാടിയോ. അപ്പൊ കൂടെ ആരും ഇല്ലേ? ഇപ്പൊ വരും. എപ്പോ വരും? തുടങ്ങട്ടെ. ഓ അത് ശരി. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. പാടിക്കും പാടിക്കും പാടിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കുതിർന്ന തരികളും ഇവിടെ മണ്ണിൽ പൂക്കളായി കുരുവി പാടാൻ വാ. കുയിൽ പെണ്ണേ കളപ്പാട്ടിനൊരുങ്ങേണ്ടേ. നിറങ്ങളെഴും വേണം നിറങ്ങളെഴും വേണം നിലത്തിരിയും വേണം നിലത്തിരിയും വേണം ഒരിനം ഒരിനം ഒരീരടിത്താ.
നിങ്ങൾക്ക് പറ്റിയ ജോലിയാണ്. കറക്റ്റ് അല്ലേ ചേട്ടാ? കറക്റ്റ് ആണ്. കൃത്യം. കൃത്യം. നമ്മുടെ ലിറ്റിൽ പ്രിൻസസിന്റെ ഭടന്മാരാണ് കേട്ടോ. ആ, ഇങ്ങനൊന്നും പറയാൻ പാടില്ല. നിങ്ങൾക്ക് കയ്യില് തോക്കും ഇതൊന്നും ഇല്ലല്ലോ, ഇത് വാളും. പഴയകാലല്ലേ? പഴയകാലത്ത് ഇത് മടക്കി അടിച്ചാ മതി. ഓ, കുട മടക്കി അടിക്കും. മസിൽ കണ്ടില്ലേ? ആരുടെ? അതാ വിധുമാവന്റെ. മസിലായിരുന്ന ഞാൻ ഇത്രയും നാള് ചതയാന്ന് വിചാരിച്ച്. എന്ത് മാനെന്നാ എഴുതിയിരിക്കുന്നത്? ടീഷർട്ടിൽ എന്തോ മാൻ എഴുതിയിട്ടുണ്ട്. ബീയിങ് ഹ്യൂമൻ. ആ, തന്നെ അല്ലേ? അല്ലേ ചേട്ടാ? നല്ല ഹ്യൂമൻ ആണ്. കാരണം ഞാനിപ്പം സുദീപും കൂടെ സംസാരിച്ചേ ഉള്ളൂ. പക്ഷെ ചേട്ടൻ തന്നെ ഇവിടെ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ശുദ്ധ മലയാളിയെന്ന് അല്ലേ? അത് കറക്റ്റാണ് അല്ലേ ചേട്ടാ? ശുദ്ധ മലയാളിയാണ്. ഇത്രയും അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം ഇത് എന്തിനാ ചിരിക്കുന്നേ? എന്തിനാ ഭയങ്കര ചിരി? നീ എന്തിനാണ് ആവശ്യമില്ല പേരല്ലേ? ആ, കണ്ടില്ലേ? ഇപ്പൊ പേരിടില്ലേ? സത്യന്റെ ശുദ്ധ മലയാളി, അതാണ് പേര്. അതെ. അതായത് അദ്ദേഹത്തിന്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുത്തുന്നു. പാടണം, ആടണം, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. മോള് നന്നായിട്ട് പാടി, നല്ല പാട്ടാണ്. പക്ഷെ അതിനകത്ത് സാധാരണ മോള് പാട്ട് പാടുന്ന ആ കുറെ സംഗതികളുടെ പെർഫെക്ഷൻ അങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്കിളിനൊരു ചെറിയ സംശയമുണ്ട്, വന്നോന്ന്. അതിനൊരു എക്സാമ്പിൾ മാത്രം ചൂണ്ടിക്കാണിക്കുക. അതായത് അനുപല്ലവിയിലും ചരണത്തിലും എൻഡി വരുന്ന പോർഷൻ ഒന്ന് പാടിക്കേ. ചേട്ടാ, നമ്മുടെ ലിറ്റിൽ പ്രിൻസസിനെ ഒരുപാട് പ്രാവശ്യം ഒന്നും പാടിക്കാൻ പറ്റൂലോ. അല്ല, ലിറ്റിൽ പ്രിൻസസ് ഒക്കെയാണ്. പക്ഷേ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാക്സിമം 2 പ്രാവശ്യം, അത് കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. ഇതിനെന്താ കുഴപ്പം? അത് എന്താണ് പാടിയത്? ആ പാമകരിസ. അമ്മല്ല. ഇപ്പൊ പിടിച്ചോ? പ്രിൻസസിനെ ഞാൻ പിടിച്ചു. പ്രിൻസസിനെ ഞാൻ വിടൂല്ല. അപ്പൊ അങ്ങനെ പാമകരിസ അവിടൊക്കെ കുറച്ചുകൂടെ മോളൊന്ന് കിളിപ്പാടിയോ അടുത്ത കിളിയോ പൊന്നണിയോ ചെറു പൊന്നണിയോ കിളിപ്പാടിയോ പൊലിപ്പൊലിയോ പൂപ്പൊലി പാടിയോ കുറുകുറുവ പൂവുകൾ ചൂടിയോ കളമൊഴി നിൻ പൂന്തുടി പാടിയോ ഓഹോ. അപ്പൊ ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങൾ തെന്നിപ്പോയി എന്റെ റാണിക്ക്. കുട പിടിച്ചോ, കുഴപ്പമില്ല. റാണിക്ക് ഇന്ത മാതിരി കൊഞ്ച ഇടങ്ങളെല്ലാം അന്തമാതിരി ഇന്ത തെന്നിപ്പോച്ച്. നല്ല പവറായിരുന്നത് റാണി. നല്ല അടിച്ചടിച്ച് പാടി, കിങ്ങിണിയോ ഒക്കെ പാടി. പക്ഷെ ഇന്ത മാതിരി കൊഞ്ച ഇടങ്ങളിരിക്കെ സംഗതി വെറുതെ ഇടങ്ങളിലെ എല്ലാം കൊഞ്ചം സ്ലിപ്പായി പോച്ച്. കൊട ഇറക്ക് അവിടെ നിന്നിട്ട് വെറുതെ എന്നാ പോലെ. ഇതെല്ലാം ശരി തന്നെ. പക്ഷേ ആ ബിജിഎമ്മില് പാക്കവില്ലയാ? അയ്യോ, ரொம்ப പ്രമാദമായിരുന്നത്. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആടിപ്പൊളി. അത് വന്ന് ഒരു വാട്ടി കൂടെ അത് പാക്കലാമാ அந்த டான்ஸ்? போறட்டும். അത് ഇങ്ങനെ ഒരു നടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ അതെങ്ങനെയായിരുന്നു? റാണിയുടെ നടപ്പ് ശരിയല്ല. അത് കേട്ടിട്ടില്ല. റാണി അടിയനോട് ക്ഷമിക്കണം. കാര്യങ്ങൾ ഉണർത്തിക്കാനുണ്ട്. കൊട തറയെ വെക്കാൻ തോന്നുന്നു. കൊട നമുക്ക് മീനൂട്ടി കൊടുക്കാം. എനിക്ക് ഒരെണ്ണം മതി. വേണ്ട, മാമൻ എടുത്തു. മാമൻ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ അത് താഴെ വെച്ചോ. അത് താഴെ അങ്ങനെ പറയരുത് റാണി. റാണിക്ക് നല്ല അടിയെന്ന് ചില കാര്യങ്ങൾ ഉണർത്തിക്കാനുണ്ട്. മഹാറാണിക്ക് ദയവേത് വിഷമം ഒന്നും തോന്നരുത്. പാട്ട് നന്നായിരുന്നു. ഒരു വിഷമം ഇല്ലായിരുന്നു. പിന്നെ ഇത് പാടുമ്പോ കുറച്ചുകൂടെ റിതമിക്കായിട്ട് പാടാം. അരയരയോ കിങ്ങിണിയോ കിളി താമസിച്ചു പോയി.
കിളി കിളി കിളിയോ ഡണ്ടടടാ ഡിഡി ഡിണ്ടടടാ ടടടീ ഡിഡി. കിളി കിളി കിളിയോ പൊന്നണിയോ ചെറു പൊന്നണിയോ കിളി പാടിയോ യോ യോ ആ യോ യോ ആ അങ്ങനെ വരുമ്പോ പിന്നെ അനുബലം എങ്ങനെ? മാരിവിൽ നൊടിഞ്ഞുതിർന്ന തരികളും നുതിർന്ന തരികളും ഇവിടെ മണ്ണിൽ പൂക്കളായി. ഓ ഹായ്. ആ പിന്നെ കുരുവി പാടാൻ വാ കുരുവി പാടാൻ വാ. കുരുവി പാടാൻ വാ ആ അവിടെ ഉണ്ട് മോളെ. കുരുവി പാടാൻ വാ. കുരുവി പാടാൻ വാ. കുരുവി മിക്കവാറും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എത്തും ഈ സംഗതിയൊക്കെ ശരിയായിട്ട്. അല്ലേ സുദീപേ? സുദീപേ, എനിക്ക് വേറൊരു പാട്ടിന് വാഴപ്പൂങ്കിളികൾ അത് പാടിത്തരാമോ? വാഴപ്പൂങ്കിളികൾ ഒരു പിടി നാല് കൊണ്ടു ചെറുകൂടുകൾ മെടയുമോല പീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ ഓരോരോ കനവിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും ഓരോരോ കനവിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും മഴമേഘങ്ങൾ നിഴലേകുമ്പോൾ വാഴപ്പൂങ്കിളികൾ ഒരു പിടി നാരു കൊണ്ടു ചെറുകൂടുകൾ മെടയുമോല പീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ. അതാണ് മഹാറാണിയുടെ പാട്ട് കേട്ടിട്ട് വാഴപ്പൂങ്കിളികൾ വരെ ഇവിടെ വന്നതാണ്. അതെല്ലാം ഇങ്ങനെ പാട്ട് കാതോർത്ത് ഓ നമ്മുടെ റാണിയല്ലേ പാടണേ എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ വന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ആ കൊച്ചേരി പല്ലും കൊള്ളാം കേട്ടാ. ഇപ്പൊ എല്ലാം പല്ലും ഉണ്ടല്ലോ. ഭയങ്കര പഠിക്കുക കേട്ടോ. പല്ലൊക്കെ വന്ന് ചുന്തരി കുട്ടിയായിട്ടിരിക്കുകയാണ് അല്ലേ? അവിടെ ഇരുന്നോളൂ റാണി. എനിക്ക് ആദ്യം റാണിയുടെ ആ വരവുണ്ടായിരുന്നില്ലേ, ആ ഭടന്മാരെ പിടിച്ചു കൊണ്ടുവന്ന് അപ്പൊ റാണി ഒരു ഇരുത്തായിരുന്നു. എന്തൊരു ഗമയായിരുന്നു അറിയാമോ? ദേവസേന വരുന്ന പോലെ ഇരുന്നു. സത്യം. ഞാൻ ഓൾറെഡി ദേവസേനയാണ്. അയ്യോ ബാഹുബലി. ബാഹുബലി. ശരി 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 ശരി. പക്ഷെ കലക്കി ചക്കരെ ഉഗ്രനായിരുന്നു കേട്ടോ. ആ വരവ് ഉഗ്രനായിരുന്നു. പിന്നെ പാട്ടിന്റെ കാര്യം ശ്രീകുമാർ അങ്കിളും MJ അങ്കിളും ഒക്കെ പറഞ്ഞു. ചില ഭാഗങ്ങളിൽ നന്നായിട്ട് പാടി ചക്കര, ചില സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ബുദ്ധിമുട്ടുള്ള പാട്ടാണ്, പാടാൻ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. യു മാനേജ്ഡ്. താങ്ക് യു. ഈ സിനിമ എനിക്ക് തോന്നുന്നു ശ്രീകുമാരേട്ടൻ്റെ ശബ്ദം എനിക്ക് കുട്ടിക്കാലത്തെ ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു സിനിമയിലെ പാട്ടാണ് പുന്നാരം ചൊല്ലി ചൊല്ലി. വാ കുരുവി ഇണ പൂങ്കുരുവി കരൾ നിറയെ നിൻ പാട്ടിൻ തേനരുവി വാ വാ പൂങ്കുരുവി. ചേട്ടൻ പാട്ടിയ പാട്ടല്ലേ? അതെ. ചിത്ര ചേച്ചിയുടെ ഡ്യുവറ്റ്. അതും ഇത് രണ്ടും ഒരു സിനിമയിലെ പാട്ടല്ലേ, പുന്നാരം ചൊല്ലി ചൊല്ലി. ആ സിനിമയിലെ വിഷ്വൽ ഇതുപോലെയാണ്. പ്രിയൻ സാറിന്റെ സിനിമയാണ്. അത് മോളുടെ പ്രസന്റേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പാട്ടിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള മോൾക്ക് പാടുന്നതിനല്ല ആർക്കാണെങ്കിലും പാടാൻ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. പിന്നെ ഈ കോറസുമായിട്ടൊക്കെ ഉള്ള കോർഡിനേഷൻ അവർക്ക് ഒരു ഐഡിയ കൊടുക്കാം. കോറസ് രണ്ടുപേരും വളരെ നന്നായിട്ട് അവർ പാടി. ജെറി സാറിന്റെ പാട്ടുകളൊക്കെ പൊതുവെ കുറച്ച് വെസ്റ്റേൺ ടച്ച് കൂടുതലേ. പക്ഷേ ഇതൊരു രാഗ ബേസ്ഡ് പാട്ട് പോലെ ജെറി സാർ ചെയ്തിട്ടുള്ള പാട്ടുകൾ കുറവാണ്. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു നമസ്കാരം. മോള് നന്നായിരുന്നു. എപ്പോഴും അനന്യയുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കാണുമ്പോൾ നമുക്കൊരു പാട്ട് മാത്രമല്ല, അതൊരു വിഷ്വൽ ട്രീറ്റ് കൂടിയാണ്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ കാണാനും കേൾക്കാനും ഒരുപോലെ രസമുള്ള ഒരു അനുഭവം. അടിപൊളി. സർ മഹാറാണി അതെ. ഏത് ഗ്രേഡ് വേണം? ഒരു ഗ്രേഡ് പറഞ്ഞോളൂ. എ വാവ്. കേട്ടില്ല. എ വാവ്. കേട്ടില്ല. അത് എ ഡബിൾ വാവ്. ഒട്ടും കേട്ടില്ല. എ ട്രിപ്പിൾ വാവ്. ഒട്ടുമേ കേട്ടില്ല. എനിക്കറിയില്ല. റാണി ഇപ്പൊ കരയും. Ananyakutti is going to be awarded a wow today. വിധുമാവനും അനന്യക്കുട്ടിയും കൂടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. എനിക്കൊരു നാവുണ്ട്. ഞാനിപ്പോ കാണിച്ചുതരാം. ഹായ്. ഹായ്. ഹലോ. ബോണ്ട തരൂല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനന്യക്കുട്ടിയുടെ എക്സ്പ്രഷൻ. ബോണ്ട തരില്ല. നിന്നെ പിടിച്ചടി ഞാൻ. കൊണ്ടുവന്നോ ഇന്ന്? ഇല്ല. അടുത്ത പെർഫോമൻസിന് കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. അടുത്ത പെർഫോമൻസിനാ കൊണ്ടുവരാം. കഴിഞ്ഞതിന്റെ ബോണ്ടാണ് ഇപ്പൊ വേണ്ടത്. അതെ, ആ ബോണ്ടയാണ്. എനിക്കിനി ബോണ്ട വേണ്ട. വേണ്ട. ഇനി വേണ്ട. ഇനി വേണ്ട, പിണങ്ങി കട്ടീസ്. അയ്യോ. ഓക്കേ.
ഓക്കെയാ? കട്ടീസ് പറഞ്ഞപ്പോ ഓക്കെ ഓക്കെ. എടീ, അനു കട്ടീസില്ല, ഞാൻ കട്ടീസ്. വിധു കട്ടീസ് മൊത്തം കട്ടീസ്. മൊത്തം കട്ടീസ്. ശരി, പാടിക്കും. ഓക്കേ. അവൾക്ക് ഒരു പ്രശ്നമല്ല, അവള് പാടുകയും ചെയ്യും. അയ്യോ, അവൾക്ക് വിഷമം തോന്നുന്നു. ഒന്ന് വിഷമിക്കണ്ട മോളെ, ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ കളിയാക്കി. ആ, നമ്മളൊക്കെ കട്ടീസ് പറയൂ അനന്യയോട്. അയ്യോ. അത് ചുമ്മാ പറഞ്ഞതല്ലേ. വെറുതെ ചകരന്റെ അടുത്ത് ആരാ കട്ടീസ് പറഞ്ഞേ? വെറുതെ പറഞ്ഞല്ലേ. ശ്ശേ, അതൊക്കെ വെറുതെ. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അനന്യ കുട്ടിയുടെ അടുത്ത് കട്ടീസ്? അയ്യോ റാണി റാണി. ആ ചൂരൽ വെച്ച് നമ്മൾ ചക്കരക്കുട്ടി ഇവിടെ ഗംഭീരമായിട്ട്. അയ്യോ റാണി കരഞ്ഞ്. റാണി കരഞ്ചിട്ട് ഇവിടുന്ന് എല്ലാവരും കൂടെ പോയി എഴുന്നള്ളി ഇതിനെ. മിക്കവാറും അത് വേറെ കുട്ടിയായിരിക്കും. അതിന് മുടിയില്ലല്ലോ, എനിക്കല്ലേ മുടി. ഓ ശരിയാ. ആ ഇത് റാണിയാണ്, അത് വേറെ അനന്യ അല്ലേ? വേറെ അനന്യ കുട്ടി. ഞങ്ങളുടെ ജീവന്റെ ജീവനാണ് ഈ റാണിക്കുട്ടി, ഈ അനന്യ കുട്ടി. ഓക്കെ, ഞങ്ങളുടെ ജീവന്റെ ജീവനാണ് എല്ലാ ജഡ്ജസ് എല്ലാരും. അത് സോപ്പ്, അത് സോപ്പ്. സോപ്പാ? ഇങ്ങനെ കുളിക്കാൻ സോപ്പാ? പതയ്ക്കുന്ന സോപ്പ്. ലോരപ്പ അടിയൊരു പൂക്കുറ്റിയേ. Congratulations, you are awarded A1. Thank you, sir. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. ആണോ? Yes. നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പൊരു പൂവേ. മാനത്തെ മേട്ടിൽ എന്റെ നെഞ്ചിൽ ചാന എന്തേ വന്നീല. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. നിന്നും പിണങ്ങാതെ ഒന്നുകൂടെ പൊരു പൂവേ. നമ്മുടെ ഭാവേ നമ്മൾ എവിടെയും വിടത്തില്ല, ഇവിടെ പിടിച്ചു വെക്കും. ഈ ടോപ്പ് സിംഗറിന്റെ ഈ സീസൺ കഴിഞ്ഞാലും ഞാൻ അങ്ങ് പിടിച്ചെടുത്തോണ്ട് അങ്ങ് പോകും. ഒരു മോളുള്ളത് പോരെ? ഇത് രണ്ടാമത്തെ ആളാ. രണ്ടാമത്തെ ഇത് മൂത്ത മോള്, ഇത് ഇളയ മോള്. അപ്പൊ ടാറ്റാ, ഇപ്പോ ടാറ്റാ, ബൈ. ഹലോ ഹലോ, എന്തോ? വീറ്റ് ആപ്പിൾ ചെറി. എന്തിനാ അങ്ങനെ ഇനി മീനൂട്ടിയുടെ പേര് ഇന്ന് വെളുത്തുള്ളി ഒക്കെ മാറ്റിയിട്ട് വീറ്റ് ആപ്പിൾ ചെറി എന്നാക്കി. ആ ശരി, അതാകുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ആ സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ. വീറ്റ് ആപ്പിൾ ചെറി. എന്തോ ചക്കരക്കുട്ടി എന്തോ ആരാണ് ഇന്ന് പാടാൻ വന്നത്? ഇന്ന് ഒടിയൻ. ഒടിയനാണോ? ഒടിയോ. വേട്ടക്കാര
സുഖം ആ സുഖം തന്നെ. എന്തൊക്കെയാണ് വേട്ടയ്ക്ക് എവിടെ പോയി? ഏട്ടയ്ക്ക് ഇവിടെ തന്നെ. ഏത് പാട്ട് ചക്കരെ പാടാൻ പോണ? ഇന്ന് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ്. ആണോ? ഈ പാട്ട് നിന്നോട് പാടാൻ ആര് പറഞ്ഞു? അല്ല, അച്ചെടുത്തപ്പോ കിട്ടി പാട്ട്. ആര് ഇത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു? അത് ഞാൻ അച്ഛനും കൂടി സെലക്ട് ചെയ്തു. അച്ഛൻ്റെ അടുത്ത് ആര് പറഞ്ഞു ഇങ്ങനെ സെലക്ട് ചെയ്യണം? അതറിയില്ല. എന്താ ഒരു ബോൾഡ് ആയിട്ട് പറയണ്ടേ? ഈ പാട്ട് ഇന്ന് പാടാൻ സൗകര്യമുള്ളൂ പറയണ്ടേ? പറയടേ. പേടി, അടുത്ത പേര് വീഴൂ. പേടി. വേട്ടക്കാരൻ ധൈര്യക്കാരനായിരിക്കണം. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണോ? ഇത് അത്ര കഷ്ടമുള്ള പാട്ടല്ല, ഭയങ്കര ഇഷ്ടം തോന്നുന്ന പാട്ടാണ് അല്ലേ? അത്രയും സൂപ്പർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എടാ വിവി, നിനക്ക് വിവിന്ന് പേരിട്ട ആളത് അവിടെ നിക്കുന്നു. ചോദിക്കില്ലേ ഇഷ്ടാണോ ചോദിക്കി പാട്ട്? ഇഷ്ടാണോ? ഇഷ്ടല്ല. ഒരു പേര് വരുന്നുണ്ട്, ഒരു പേര് വരുന്നുണ്ട്. ഈ പാട്ട് ഇവൻ എടുക്കാൻ യോഗ്യനല്ല. അത് ചേട്ടാ, പാട്ടെങ്ങനെയാണ്? കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് നീ വരുമ്പോൾ. ഇവൻ വരുമ്പോ കസ്തൂരിയാണോ മണക്കുന്നത്? കുളിക്കത്തില്ല. ഇല്ല 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 ഇല്ല, ഒന്നുമില്ല. പേരാണെങ്കിലോ അതേണ്ട നമ്മുടെ പിറവം CA ഒക്കെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയണം, ഇവനാണ് ഞങ്ങളുടെ ടോപ്പ് സിംഗറിലെ വേട്ടാവളിയൻ. കാരണം ഞങ്ങൾക്ക് ഒറ്റ ഒരാളെ ഉള്ളൂ കൂട് കൂട്ടാൻ. എന്ത് നിനക്കൊരു സന്തോഷമില്ലാതെ? ഇങ്ങനെ ഐശ്വര്യമായിട്ടുള്ള പേര് വരണമെന്നുണ്ടെങ്കിൽ നീ സുഹൃതം ചെയ്യണം. അപ്പൊ കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ പാടണം. നിന്റെ കസ്തൂരിയല്ല, നല്ല നല്ല പെമ്പിള്ളാർ. ഇതേണ്ടേ ഇതുണ്ടോ, മീനൂട്ടിയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ എന്തൊരു മണമാണ്. ഇതേണ്ട ഒന്ന് മണപ്പിച്ചോ കൂടെ, മുല്ലപ്പൂവിന്റെ മണപ്പിച്ചോ, കണ്ടോ? അപ്പൊ അത് മനസ്സിൽ ധ്യാനിച്ചോണ്ട് നീ പാടിക്കോ. ഓക്കെ ചേട്ടന്റെ കസ്തൂരി വേറെ അല്ലേ? എന്റെ കസ്തൂരി കസ്തൂരി. അപ്പൊ നീ കസ്തൂരി പാടുന്നോണ്ട് മാമന്റെ വകയായിട്ട് ഒരു കസ്തൂരി നിനക്കിരിക്കട്ടെ. പൈസലേ ഒരു കസ്തൂരി കൊടു. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ വച്ചാനേ പൊന്നു വച്ചാനേ എന്തിരി മാറത്ത് പടരാൻ മോഹം. പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ വച്ചാനേ പൊന്നു വച്ചാനേ നിൻവിരി മാറത്ത് പടരാൻ മോഹം. ഇത് പോലിരിക്കണം നിന്റെ കസ്തൂരി, അളിഞ്ഞിരുന്ന. ഓൾ ദ ബെസ്റ്റ്. കവിളിണ തഴുകിയോ സുദീപിന്റെ വോയിസ് തഴുകിയോ നീ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റി നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിണ തഴുകിയോ നീ. വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ, കള്ളിയവൾ കഥ പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു.
വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ കവിളിന തൊഴുകിയോ നീ നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്ര പൂവിരിയും നാണത്താൽ നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പൂക്കും നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്ര പൂവിരിയും നാണത്താൽ നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പൂക്കും ചിന്തളിർ ചുണ്ടിണയിൽ മുന്തിരി തേൻ കിനിയും തേൻ ചോരും വാക്കിലെന്തേ പേരു തുളുമ്പി നിന്നു കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തൊഴുകിയോ നീ വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു മോനെ കൗശിക്കേ, എന്തോ നീ എങ്ങനെ പാടി? കുഴപ്പമില്ലാതെ പാടി എന്തോ കുഴപ്പമില്ലാതില്ല അല്ലേ മീനുട്ടി? ആ കുഴപ്പം അവിടെ ഇവിടെയൊക്കെ ഒരു ശകലം കുഴപ്പമുണ്ടെന്ന് തോന്നി. പല്ലവി ഒന്ന് പാടിക്കേ. കസ്തൂരി മണക്കുന്നല്ലോ ലോ എല്ലാം സാ നിനക്ക് ഇന്ന് കിട്ടുന്നില്ല. കാറ്റേ ലോ കാറ്റേ ലോ കാറ്റേ ലോ ലോ കാറ്റേ ലോ കാറ്റേ നീ വരുമ്പോ നീ വരുമ്പോൾ കൺമണിയെ 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 അത്രയില്ല. കണ്ടു ഇതെല്ലാം ചെറുതാണ്. കൺമണിയെ കണ്ടുവോ നീ കൺമണിയെ 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 കണ്ടു നീ കവിളിണ തഴുകിയോ കവിളിണ തഴുകിയോ നീ കവിളിണ കവിളിണ തഴുകിയോ നീ കവിളിണ തഴുകിയോ നീ പിന്നെ അടുത്തത് വെള്ളിമണി 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 കീലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ കള്ളിയവൾ കഥ പറഞ്ഞു കളി പറഞ്ഞു അല്ലേ? കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ എല്ലാം നോട്ട് പോകുന്നുണ്ട് നിനക്ക്. കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു. അവിടാണ് ഇത്. ഇപ്പോഴാണ് ശ്രുതിശുദ്ധമായിട്ട് കറക്റ്റായിട്ട് സംഗതി ഇങ്ങനെ പാടണം. നേരത്തെ പാടുന്ന മോൻ അത്ര കറക്റ്റായിട്ടല്ല വന്നത്. അതിന്റെ അനുപല്ലവി പാടിക്കേ. നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം പൂമേനി പൂത്ത നേരം അടുത്ത് നെഞ്ചിൽ ചാഞ്ഞിടുവാൻ നെഞ്ചിൽ ചാഞ്ഞിടുവാൻ നെഞ്ചിൽ ചാഞ്ഞിടുമാ തളിലത നിന്നുലഞ്ഞു എൻ രാഗമുദ്ര ചൂടും എൻ രാഗമുദ്ര ചൂടും എൻ രാഗമുദ്ര ചൂടും ചെഞ്ചുണ്ടു വിതുമ്പി നിന്നു. ഓക്കെ. അപ്പൊ ഇതുപോലത്തെ ഈ നമ്മുടെ ഈ എന്താണ് ഈ ശ്രുതി കറക്റ്റായിട്ട് അതിനകത്ത് നിന്ന് ലയമായിട്ട് ചെറിയ ചെറിയ സംഗതികൾ പെറുക്കി പെറുക്കി പാടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു.
അവിടെ എൻ്റെ വി ഇത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പാട്ടിനകത്ത്. പാട്ട് മോൻ പാടിപ്പോയി, സാധാരണ കേൾക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാവത്തില്ല. പക്ഷെ ഇപ്പം ഞാനിത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്ക് മോന് മനസ്സിലായില്ലേ? ചെറുതാണ്, പക്ഷെ എങ്കിലും അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതൊക്കെ നോക്കി നിൽക്കണം. ഈ പടം അർജുനൻ സാറല്ലേ മാഷല്ലേ മ്യൂസിക്? ഈ പടം ഞാനൊരു 15-20 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ട്. നസീർ സാറും ലക്ഷ്മി. ഓ, എനിക്ക് മാലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ചന്ദ്രക്കലമാനത്ത് ചന്ദന നദി താഴത്ത് നിൻ കൂന്തൽ തഴുകി വരും പൂന്തന്നൽ കുസൃതിയോ തരലിലാവിൻ്റെ തോളത്ത്. അങ്ങനെ ഒരുപാട് മെലോഡിയസ് പാട്ടുകളുള്ള ഒരു ചിത്രമാണ് പിക്നിക്. കുയിലിന്റെ മണിനാദം കേട്ടു അല്ലേ ചേട്ടാ? കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു, വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖ സന്ധ്യയൊരുങ്ങി മന്ദസ്മിതമാം ചന്ദ്രിക പുല്ലി. സൂപ്പർ സോങ്സ് ആണ്. മാത്രമല്ല നമ്മുടെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള അന്നത്തെ കാലങ്ങളിൽ എൻ്റെ ഒരു അഡോളസൻ്റ് ഏജിൽ എനിക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചുലർത്തിയ പാട്ടുകളാണ്. അപ്പോൾ ഈ ഒന്നുകൂടെ എൻ്റെ ഓർമ്മ തിരിച്ച് സടകുട്ടഞ്ഞ് എണ്ണീപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ എൻ്റെ വിവിക്ക് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നത്. ഒടിയ ഓ ഇപ്പൊ ഈ പാട്ടിനെ പറ്റിയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു പാട്ട് ക്ലാസ് ചേട്ടന്റെ വക ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഇനിയും പാടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറയാം. അതിനു മുമ്പേ ഇവിടെ ഇന്ന് ദേവരാജൻ മാസ്റ്റർ ബ്രിഗേഡ് ഉണ്ട്. ഇവിടെ ഞാനുണ്ട്, വിധുണ്ട്, സുദീപുണ്ട്. 3 പേരും ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യന്മാരാണ്. അർജുന മാസ്റ്റർ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ പാട്ട് ആണ് നമ്മൾ ശിഷ്യന്മാരും. ശ്രീമാറേട്ടന് ദേവരാജൻ മാസ്റ്റർ ഭയങ്കര ആരാധനയുള്ള ആളാണ്. ഭയങ്കര ആരാധന മാത്രമല്ല, ഞാനും എന്താണ് ഒരു ഈ ദൂരെ നിന്നുള്ള ശിഷ്യനുണ്ടല്ലോ, അതിനെന്താ പറയുന്നത്? ഏകലവ്യം. വിരല് 5 ഉണ്ടല്ലോ ചേട്ടാ. അതെ. അപ്പൊ ഈ പാട്ടില് എനിക്ക് തോന്നിയ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ഇന്ന് പാടിയതില് ഒടിയൻ എപ്പോഴും പാടുമ്പോഴത്തേക്കും ഞാൻ പറയാം മസിലിന്റെ കാര്യം പറയാറില്ലേ, ഇതിലും മസിൽ കുറച്ച് കൂടുതലായിരുന്നു. ആ കാറ്റ് എന്ന് പറയുമ്പോൾ ആ കാറ്റിനോട് വളരെ ഓമനയായിട്ടുള്ള കാറ്റ്, ആ കാറ്റാണ് ഈ കസ്തൂരി മണം കൊണ്ടുവരുന്നത്. ആ കാറ്റിന്റെ ഒരു കാര്യമുണ്ടല്ലോ, കാറ്റ് ഈ മണം കവർന്ന് കള്ളനെ പോലെ കവർന്ന് അത് നമ്മുടെ അടുത്ത് കൊണ്ടുതരും. ഒരു കാറ്റിൽ നല്ല പൂക്കളുടെ മണമൊക്കെ നമുക്ക് വരാൻ പറ്റും അല്ലേ? കസ്തൂരി മണക്കുന്ന കാറ്റിന്, ആ കാറ്റിനെ കുറച്ചും കൂടെ സ്നേഹത്തിൽ വിളിക്കണ്ടേ? അപ്പൊ സ്വല്പം സ്നേഹത്തിലൊന്ന് വിളിച്ചേ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റി. കുറച്ച് അത് വെള്ളിമണി എന്ന്, വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളി. അവിടെ തുള്ളി തുള്ളി അങ്ങനെ പാടില്ല, അത് തുള്ളണം. ലോ തുള്ളി തുള്ളി, ലോ തുള്ളി തുള്ളി. അവിടെ മസിൽ വേണം. അപ്പൊ നമ്മൾ എവിടെ മസിൽ വേണം, ഒടിയന്റെ മസിൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മളൊന്ന് തീരുമാനിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും സന്ധ്യ എന്നുള്ളത് സന്ധ്യ എന്നാണ് പാടിയത്. ഷൂട്ട് പണിടുവേൻ. ഇനി ഈ ധ ധ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ പ്രൊണൗൺസ് ചെയ്യണം. ആദ്യമായിട്ട് തമ്മിസാറുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയത് ചിത്രചേച്ചിയുടെ ഒരു ഓണപ്പാട്ട്. അപ്പൊ ഞാൻ വളരെ പേടിച്ചാണ് തമ്മിസാറിന്റെ മുമ്പേ പോകുന്നത് കേട്ടോ സുദീപേ. അപ്പത്തേക്കും തമ്മിസാറ് പറഞ്ഞു, ഞാൻ 4 വരി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതിന് കുറേ ഈണങ്ങൾ ചെയ്തുകൊണ്ട് വരണം. അപ്പം ഞാൻ തീരുമാനിക്കും നിങ്ങൾ ഇത് സംഗീതം ചെയ്യണമെന്ന്, ഞാൻ അനുപല്ലവി എഴുതണമെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ചാണ്. അപ്പോൾ അന്ന് ചിത്രചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ എടുത്തു നോക്കി. 4 വരിയാണ്. അക്കരെ ചെമ്പരത്തി, ഇക്കരെ തമ്പുരാട്ടി, വെള്ളിമണി തുന്നി തുന്നി, കിള്ളിയാറ് തുള്ളി തുള്ളി. ഇതാണ് ലിറിക്സ്. അപ്പൊ ഞാൻ രാത്രി മൊത്തം ഈ അക്കരെ ചെമ്പരത്തിയും ഈ വെള്ളിമണി തുന്നി തുന്നിയും ഒക്കെ ആയിട്ട് ഞാൻ വട്ടായിപ്പോയി. അപ്പൊ ഞാൻ ഒരു 28 മറ്റോ ട്യൂൺ ഉണ്ടാക്കി ഇതിന്. ആ രാത്രി മൊത്തം ഇരുന്ന്. കാരണം ഇത് അടുത്ത ദിവസം അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹം പറയാണ്, ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ വിജയൻ ചേട്ടൻ എന്നെ അടുത്ത് വെളിയിൽ കളയും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റൂല, എങ്ങനെയെങ്കിലും ഇത് ചെയ്തേ പറ്റൂ. വേറെ ഒരു വർക്കും ഇല്ല, എഞ്ചിനീയറിംഗ് ജോലിയും ഇല്ല, ഒന്നുമില്ല, യാതൊന്നുമില്ല. അപ്പൊ ആ രാത്രി ഞാൻ ഇപ്പോൾ ഓർത്ത് ശരിക്കും തമ്പി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പോൾ 2-3 ട്യൂൺസ് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഒന്ന് അക്കരെ ചെമ്പരത്തി ഇക്കരെ തമ്പുരാട്ടി
വെള്ളിമണി തുന്നി തുന്നി കിള്ളിയാറ് തുള്ളി തുള്ളി. ഇപ്പൊ ഇതില് തുള്ളി തുള്ളി പറ. കിള്ളിയാറ് തുള്ളി തുള്ളി. അവിടെ നമുക്ക് കുറച്ച് മസിൽ കൊടുത്തില്ലേ? ആ. അക്കരെ ചെമ്പരത്തി ഇക്കരെ തമ്പുരാട്ടി വെള്ളിമണി തുന്നി തുന്നി കിള്ളിയാറ് തുള്ളി തുള്ളി. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു കൊള്ളത്തില്ല. അപ്പൊ ഞാൻ വേറെ ട്യൂൺ പാടി. അക്കരെ ചെമ്പരത്തി ഇക്കരെ തമ്പുരാട്ടി വെള്ളിമണി തുന്നി തുന്നി കിള്ളിയാറ് തുള്ളി തുള്ളി. ഓ ഇത് പറഞ്ഞപ്പോ ആ കൊള്ളാന്ന് പറഞ്ഞു. എന്നിട്ടാണ് അനുപല്ലവി സാർ എഴുതി തന്നത്. അപ്പൊ തമ്പി സാർ വളരെ ടഫ് ടാസ്ക് മാസ്റ്ററാണ്. അത്ര എളുപ്പത്തിലൊന്നും സമ്മതിച്ചു തരത്തില്ല അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹം അന്ന് അത്ര സമ്മതിച്ചു തരാത്തതുകൊണ്ടാണ് പിന്നെ അതിനു മേലെ പാട്ടുകൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതും ഞാനിപ്പോൾ ഈ സീറ്റിലിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു രാത്രിയിലെ പ്രയത്നം കൊണ്ടാണ് ആ പാട്ടുകൾ ഞാൻ ഉണ്ടാക്കി. അതുപോലെ പല രാത്രികളുടെ പ്രയത്നം നിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ ഓഡിയൻസ് എന്തോ എന്താണ് വിശേഷം? ഒന്നുമില്ല. സുഖല്ലേ? ആ. ഓ ബേബി ഓയ. ഓ ബേബി ഓയ. നീ ഭയങ്കര പ്ലസന്റ് ആയിട്ട് ചിരിച്ച് പാടി, അതൊരു കാര്യം. പക്ഷേ മക്കളുടെ പാട്ടിലെല്ലാത്തിലും ഈ പറഞ്ഞ പോലെ തന്നെ ബലം പിടുത്തമുണ്ടായിരുന്നു. ഈ പാട്ടിനൊരു ഫ്ലോ ഉണ്ട്, മനസ്സിലായില്ലേ? അത് നമുക്ക് കിട്ടിയില്ല എന്ന് പറയാം. മറ്റേത് കൗശിക്ക് വന്ന് പെർഫോമൻസ് റൗണ്ടൊക്കെ ഇവൻ അടിച്ച് പോളിച്ച് തകർത്ത് നമ്മളെല്ലാവരും അവിടെ പോയി ഡാൻസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഗംഭീരമായിട്ട്. എന്നിട്ട് ശ്രീകുമാരേട്ടൻ തന്നെ പറഞ്ഞതാണ് ഇവിടുത്തെ MG കൗശിക്കാണ്, അങ്ങനെയാണ് ആ പേര് വരെ കൊടുത്തിട്ടുണ്ട്. MG കൗശിക്ക് പാടാൻ പറ്റും, കൗശിക്കിന് ഈസി ആയിട്ട് ഇങ്ങനത്തെ പാട്ടുകൾ പാടാൻ പറ്റും. പക്ഷെ ആ മസിൽ എടുത്തങ്ങ് കളയണം കേട്ടോ. ഓക്കെ ചക്കരെ, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ്റെ ഏറ്റവും നല്ലതായിട്ട് ഗാനമേളയിൽ പെർഫെക്റ്റ് ആയിട്ട് പാടുന്ന രണ്ടാൾക്കാരാണ് എൻ്റെ അടുത്തുള്ളത്. വിധു പല പാട്ടുകൾ, ഇപ്പോൾ എൻ്റെ തന്നെ അകലെ എന്നുള്ള പാട്ട് കാർത്തിക് പാടിയതുപോലെയോ അല്ലെങ്കിൽ അതിന് മേലെയോ ഒരുപക്ഷെ ഗാനമേളകൾ പാടിയിട്ടുണ്ട് വിധു. അതുപോലെ ഈ കസ്തൂരി മണക്കുന്നല്ലോ ദേവരായ മാസ്റ്ററുടെ ചില പാട്ടുകളൊക്കെ സുദീപ് പാടുന്ന കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പാടുക എന്ന് പറഞ്ഞാൽ മ്യൂസിക്കലി പെർഫെക്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാര്യമല്ല. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഇഷ്ടമുള്ളത്. മോനെ എവിടെയാ ഓ ഈ പാട്ട് പാടിയത്? എല്ലാരും പറഞ്ഞല്ലോ, അതിനപ്പുറം ഒന്നും പറയാനായിട്ട് എനിക്കില്ല. ഒന്ന് രണ്ട് ചെറിയ കാര്യം പറയാം. മോനെ ആദ്യം ഹമ്മിങ് പാടിയില്ലേ, അത് ഒന്ന് പാടിക്കുക. ഒരു തുടക്കം മാത്രമാണ്, എനിക്ക് ഒരു കാര്യം പറയാനാണ്. മതി. ഇത് എന്തിനാ നമ്മൾ ഈ ഹമ്മിങ് പാടുന്നതെന്ന് അറിയാമോ? എന്തിനാ പാടുന്നത്? ചുമ്മാ ഒരു ട്യൂൺ പാടുന്നതിനാണോ? ശ്രീകുമാരേട്ടൻ പറഞ്ഞില്ലേ, ആ സിനിമയിൽ നസീർ സാറ് എന്റെ വിഷ്വൽ കണ്ടു നോക്കണം. ഒരു മലയുടെ മുകളിൽ ഒരു സ്ഥലത്ത് പോയിട്ടാ പാടുന്നത്. അപ്പൊ ഈ നായികയെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിട്ടാ പാടുന്നത്. അപ്പൊ ആ ഒരു അന്വേഷണം വേണ്ടേ? ഓന്നല്ല ഓഹോ എന്നാ പാടിയിരിക്കുന്നത്. അതുപോലെ പാടണ്ടേ? ഓഹോ എന്ന് പാടിക്കേ. അടുത്തത് അതുപോലെ തന്നെ ഓഹോ. അടുത്തത് ഇങ്ങനെ പാടിയാലേ കേൾക്കുള്ളൂ നായിക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ തമ്പി സാറിന്റെ കാര്യം പറഞ്ഞില്ലേ, കുട്ടിക്കാലത്തൊക്കെ ഞാനും എൻ്റെ സ്കൂളിൽ ചെറിയ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിനിമ കാണുന്നത്. അപ്പോൾ ആ സിനിമയൊക്കെ കാണുമ്പോൾ ഒറിജിനൽ കസ്തൂരിയുടെ മണം എന്താന്ന് എനിക്കറിഞ്ഞൂടാ. അതുപോലെ തന്നെ തമ്പി സാറിന്റെ വേറൊരു പാട്ടിലാണ്, അത് കേട്ട് ഞാൻ സാറിനോട് ചോദിച്ചു. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു. നല്ല പിടിയുണ്ട് ഇലഞ്ഞിയുടെ പൂവിന്റെ മണം. അപ്പൊ സാറ് പറഞ്ഞു അത് ഭയങ്കര നല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സുന്ദരമായ മുല്ലപ്പൂവിന്റെ പോലുള്ള മണമൊന്നുമല്ല, പക്ഷെ അത് നമ്മളെ കുറച്ച് ഇന്ദ്രിയങ്ങളിൽ പടരുന്ന ഒരു മണമാണ്. പാലപ്പൂവിന്റെ പോലത്തെ ഒക്കെ ഒരു സ്മെല്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാലപ്പൂവിന്റെ ആണെങ്കിലും ഈ ഇലഞ്ഞിയുടെ ആണെങ്കിലും പാരിജാതത്തിന്റെ ആണെങ്കിലും ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൂടാ, മോനും അറിഞ്ഞുകൂടാ, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ജനറേഷൻ ഉള്ളവർ പോലും ഈ സ്മെല്ലൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷെ ആ സ്മെല്ല് നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ പാട്ടിന്റെ സൗന്ദര്യത്തിലാണ് അനുഭവിക്കുന്നത്. അത് നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ഏതോ ഒരു സ്മെല്ലാണെന്ന് വിചാരിച്ച് പാടിയാൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. വേറെ ഒന്നും പറയുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. ഒടിയ എന്തോ നിന്റെ പേര് ഈ ലോകമെമ്പാടും തുളുമ്പി നിൽക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണ കേട്ടോ. അപ്പോൾ ഒടിയന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ആ സുഗന്ധം ഇനിയും നിറയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒടിയന് ടുഡേസ് ഗ്രേഡ് ഈസ് ഗോയിങ് ടു ബി എ അൾട്ടിമേറ്റ്. താങ്ക് യു സർ. അങ്ങനെ പാടുന്നേ
അടിപൂക്കുറ്റി. Congratulations, you are awarded a ultimate. താങ്ക് യു സർ. അപ്പൊ ടാറ്റാ. എൻ്റെ പേര് പാർവതി, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാനിവിടെ വരാനുള്ള കാരണം എൻ്റെ ചേച്ചിയാണ്. ചേച്ചി ടോപ്പ് സിംഗറിന്റെ വലിയ ഫാനാണ്. അതിലും വലിയ ഫാൻ നമ്മുടെ ഫ്രാൻസിസ് ചേട്ടന്റെ ആണ്. ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രാൻസിസ് ചേട്ടാ കേറി കസേരയിൽ ഇരിക്കൂ പ്ലീസ്, ഇരിക്കൂ. ഫ്രാൻസിസ് ചേട്ടാ ആ സെൻട്രൽ സ്റ്റേജിലേക്ക് ഒന്ന് വരൂ. വാ ഫ്രാൻസിസ് വരൂ ചേട്ടാ. ഏയ് കാം കർ സേ വരൂ. കുട്ടി കേറിക്കോളൂ സ്റ്റേജിലേക്ക്. ചേച്ചി ഭയങ്കര ഫാനാണ്. ചേച്ചി ഫേസ്ബുക്ക് ചേട്ടന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. എങ്ങനെയാണ്? അല്ല നിങ്ങൾ മൈക്കപ്ര അല്ലല്ല, അതല്ല, ആ ഫേസ്ബുക്ക് അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ഫേസ്ബുക്ക് അല്ല. ഒരു ഫേസ്ബുക്കേ അറിയാവുള്ളൂ. അല്ല, ചാറ്റ് ചെയ്യൊന്നും പറഞ്ഞായിരുന്നു. കണ്ണൻ നോക്ക്, കണ്ണൻ അവിടെ ഇരുന്നോണ്ട് രണ്ടുപേരിലും കൂടെ അണ്ണാക്കിലിട്ട് ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞു. ഗായത്രി. ഗായത്രി. ചേട്ടൻ അറിയാം. ഒരുപാട് ഗായത്രി ഉണ്ട് ലിസ്റ്റില്. ഇല്ല ഇല്ല, ഫുൾ നെയിം പറ. സമ്മതിക്കില്ല. ഗായത്രി സുരേഷ്. ഗായത്രി സുരേഷ് എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടിയാണല്ലോ. അത് അല്ല, കുറച്ച് അടുത്തോട്ട് നിൽക്കി, പേടിക്കുന്ന അടുത്തോട്ട് നിൽക്കി. അത് എന്നോട് പറഞ്ഞിട്ടില്ല. ബട്ട് ഇങ്ങനെ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് കുറെ പ്രപ്പോസൽ വരുന്നുണ്ട്. പക്ഷെ ചേട്ടൻ കാരണം മാറ്റി വെക്കാന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടാ. ചേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയണേ. ആരാ പറഞ്ഞത്? ആരും പറഞ്ഞല്ലേ, ചേച്ചി പറഞ്ഞു തന്നാ. അപ്പൊ ചേച്ചിക്ക് ചേട്ടനെ അധികം മനസ്സിലായി. എനിക്ക് സംശയം ഇതെല്ലാം ഓക്കെ. ഫ്രാൻസിയുടെ ഭാര്യയുടെ മക്കളത്ത് എന്തു പറയും? അതല്ല, ഫ്രാൻസിസ് ഈ ഡൈ ഒന്നും ചെയ്യാതെ ആ വിഗ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടേ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുക, അതോടെ പ്രശ്നം തരും. ഫോട്ടോ ഉണ്ട്. അല്ലാതെ ഇപ്പൊ ഈ രൂപത്തിലുള്ള ഫോട്ടോ അല്ലേ? ഇത് മൊത്തം വിഗാണ്. അത് വിഗാണ്. പിന്നെ ഇതെന്താ സംഭവം? കയ്യിലിരിക്കുന്ന എന്താണ്? ഇത് ചേച്ചി തന്നൊരു ഗിഫ്റ്റ് ആണ്. ഫ്രാൻസിസിന്. അപ്പൊ മൈക്ക് വാങ്ങിച്ചിട്ട് തുറന്നു നോക്കി എന്താണ്? ഫ്രാൻസിസ് ചേട്ടാ, അല്ല, തുറക്കാൻ പറ്റുന്നതാണോ? കുഴപ്പമില്ലല്ലോ. ആ ശരി. പാമ്പൊന്നും അല്ലല്ലോ അല്ലേ? നിങ്ങളെ പ്ലേറ്റ് ചേച്ചി സ്നേഹത്തോടെ തന്നു. ഫ്രാൻസിന്റെ മനസ്സൊടിഞ്ഞു. ഞാൻ ചേച്ചിനെ ഒന്ന് വിളിച്ചോട്ടെ? പിന്നെന്താ? വേണ്ടെന്ന് പറയാൻ. ഫ്രാൻസിസിന്റെ തൊണ്ട വളരുന്നു. ചേച്ചി വരച്ചാണോ? ചേച്ചി വരച്ച. അപ്പൊ എന്തുമാത്രം ഹൃദയത്തിൽ ആഴ്ന്നിറക്കിയിരിക്കുന്നു ഫ്രാൻസിസ്. ചേട്ടാ ചതിക്കല്ലേ. ഹലോ ചേച്ചി, ഞാനിവിടെ ചേട്ടൻ്റെ അടുത്തുണ്ട്. ചേട്ടന്റെ കൊടുക്കട്ടെ? ഓക്കെ. മൈക്കോ. ഇതാരാണെന്ന് മനസ്സിലായില്ല. ഈ ചേച്ചിയാന്ന് എനിക്ക് മനസ്സിലായി. ഈ ചേച്ചി ആരാന്ന് എനിക്ക് മനസ്സിലായി. എന്റെ വൈഫിന്റെ നമ്പർ ആണല്ലോ. ശരിയാവും. ഇത് അവളുടെ നമ്പറാണ്, എനിക്കറിയാം. വൈഫിന്റെ നമ്പർ ഇത്ര ആലോചിക്കണോ അല്ലേ? ചോദിക്കും. ഹലോ, പറഞ്ഞോ ചേച്ചി, എന്താണ്? ആണോ? ഹലോ, വെൽക്കം ടു ടോപ്പ് സിംഗർ. ഹലോ. അല്ല, ഈ ചേച്ചിയാണ് ഇത് വരച്ചത്. കുറച്ചു നേരം വളരെ സന്തോഷമായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടാ. കണ്ട സന്തോഷം പോവും. ആഹാ, ഫുൾ സെറ്റപ്പ് ഉണ്ടല്ലോ. അതാ ബാക്കിലോട്ട് നോക്ക്.
ഇതാരാണാവോ? ഗായത്രിയുടെ ആരാന്ന് പറഞ്ഞത്? ആരാ? പുള്ളിക്കാരി ഗസ്റ്റ് അപ്പിയറൻസ്. ഗായത്രിയുടെ ആരോ? ഇന്ന് ഒരു വളരെ പ്രത്യേക ദിവസമാണ്, കാരണം നമ്മുടെ ഫ്രാൻസിയുടെ ബർത്ത്ഡേ ആണ്. ആഹാ, ഒരു മെമ്മറബിൾ ഒക്കേഷൻ കൂടിയാണ് ടോപ്പ് സിംഗറിൽ. എല്ലാ നമ്മള് കുടുംബം ഒന്നിച്ച് കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, സുഖമുണ്ടല്ലോ. ദാറ്റ്സ് ഗ്രേറ്റ്. ചക്കരക്കുട്ടി, എന്താണ് കണ്ണന്റെ പേര്? അന്നക്കുട്ടിയാണ്. വീട്ടിൽ നിന്ന് അനൂസ് എന്നാ വിളിക്കുന്നത്? അന്നമ്മ. അന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ആ, നമ്മുടെ കുട്ടനോ? അതുൽ. അതുൽ. അപ്പൊ എന്ത് കുട്ടനാണ് വീട്ടില്? അച്ചു എന്നാ വിളിക്കുന്നത്. അച്ചു. അച്ചുകുട്ടൻസ്. ഓക്കെ. അപ്പൊ അച്ചുകുട്ടൻസും അന്നക്കുട്ടീസും, ആ, ഇതാണ് ദ ഫാമിലി. വണ്ടർഫുൾ ഫാമിലി. ഇദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സമയം കിട്ടാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. ആണോ? സമയം ഉണ്ടോ? ഇപ്പൊ എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കാണുന്നത്? ഞാൻ പറയാറുണ്ട് ഞാൻ കൂടെ ചെല്ലാന്നുള്ളത്. സമ്മതിക്കാറില്ല അല്ലേ? എന്റെ വീട്ടിൽ ഇതുപോലെ തന്നെയാണ്. കൂടെ കൊണ്ടുപോയി ശരിയാവില്ല സാറേ. അല്ലേ ശ്രീമാരേട്ടാ? അല്ല, എന്റെ കാര്യം അങ്ങനെ. ഞാൻ എവിടെ പോകുന്നു അവിടെ എല്ലാം എന്റെ കൂടെ ഉണ്ട്. ഉണ്ടോ? അത് കാരണം ശ്രീമാരേട്ടന്റെ വലിയ ഇദ്ദേഹത്തിന്റെ ഇതേ ഇപ്പൊ പറഞ്ഞു കേട്ടായിരുന്ന MJ പറഞ്ഞു കേട്ടാ, ഞാൻ എപ്പോഴും വിളിക്കും വരൂല്ല എന്ന്. ആ പാർവതി നല്ലൊരു അഭിനേത്രിയാണ്, അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. നമുക്ക് ഇത്രയും നല്ലൊരു നിമിഷം നമുക്ക് പോലെ പാർവതി നിൽക്കൂ. പാർവതി വളരെ എന്താണ് നാച്ചുറൽ ആയിട്ട് അത് കൊണ്ടുവന്നു. വളരെ രസമായിരുന്നു. വി ലവ്ഡ് ഇറ്റ്. ഈ മൊമെന്റ്സ് കൊണ്ടുവന്നത് പാർവതിയാണ്. സോ താങ്ക് യു സോ മച്ച്. അതെ, ഞാനിനി ഫ്രാൻസിസ് ക്ഷമിക്കണം കേട്ടോ. ഇത് ഓർഡർ ഫ്രം ദ ഗവൺമെന്റ്. ഞങ്ങൾ 2 ബോർഡ് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. രണ്ടുപേരും ഒരേ ചോദ്യത്തിന് ഉത്തരം എഴുതാം. കുറച്ച് ചോദ്യങ്ങൾ ഒറ്റ പ്രാവശ്യം എഴുതാവും, വെട്ടിത്തിരുത്തരുത്. എന്തിനാണ് നിങ്ങൾ തമ്മിൽ കൂടുതൽ പിണങ്ങാറുള്ളത്? എന്തെങ്കിലും കോപ്പി 10 സെക്കൻഡ് സമയമുള്ളൂ. സ്വഭാവത്തിൽ പരസ്പരം ഇഷ്ടപ്പെടാത്തത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത വരുന്ന കാര്യങ്ങൾ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതുവരെ ഫ്രാൻസിസ് പ്രോമിസ് ചെയ്തിട്ട് ചെയ്യാത്ത കാര്യം. ഇതുവരെ ഫ്രാൻസിസ് പ്രോമിസ് ചെയ്തിട്ട് ചെയ്യാത്ത കാര്യം. ഒരെണ്ണം എഴുതാറുള്ള. അല്ല, രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു. ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടുപേരും ഭയങ്കര സ്നേഹങ്ങൾ വരുമ്പോൾ വിളിക്കുന്ന പ്യാരെന്തരെന്ന്. ഏറ്റവും കൂടുതൽ സ്നേഹം വരുമ്പോൾ വിളിക്കുന്നത് എന്താണ്? കുഞ്ചു എന്നാണോ? ഓഹോ, നല്ല പേര്. ശരി, ഒരൊറ്റ ചോദ്യം കൂടെ ചേട്ടാ. ഫ്രാൻസി, വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് എഴുതിക്കാം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു. അതെ, സഹോദരി, നമ്മുടെ ഫ്രാൻസിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് എഴുതിക്കാം. ശരി, അപ്പൊ ആദ്യം തൊട്ട് നമ്മൾ തിരിച്ചു വെക്കുകയാണ് ബോർഡ് തിരിച്ചു വെച്ചിട്ട് നമ്മൾ വായിക്കാൻ പോവാണ്. അവിടെ വലിയ എഴുതല, നീണ്ട ഉത്തരങ്ങൾ. എന്തിനാണ് കൂടുതലായി പിണങ്ങാറ്? എന്താണ് വൈഫ് എഴുതിയിരിക്കുന്നത്? എന്താണ്? പിണങ്ങാറേ വായിച്ചോളൂ. പിണങ്ങാറില്ല. പിണങ്ങാറേ ഇല്ല. ഫ്രാൻസി എഴുതിയ എന്താണ്? ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട്. പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് പിണങ്ങാറുണ്ട്. ഓക്കെ. 2, ആദ്യമായി കണ്ടത് എവിടെ വെച്ചാണ്? ഒരു ബാപ്റ്റിസത്തിനാണ്. അത് ഞങ്ങളുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ. എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ. ഓ എന്റെ അമ്മേ, എന്താണ്? ഞാൻ കണ്ടതായിട്ട് ഓർക്കണില്ല. ഞാൻ പെണ്ണാണല്ലോ. സത്യമായിട്ടും. ഓക്കെ. സ്വഭാവത്തിൽ പരസ്പരം ഇഷ്ടപ്പെടാത്തത് എന്താണ്? ദേഷ്യം. ഓ, അതാ ഇവിടെ. ഓ, ആ കാര്യത്തിൽ വളരെ കൃത്യമായി നല്ല കൈയടി കൊടുക്കാം. ഇതുവരെ ഫ്രാൻസിസ് പ്രോമിസ് ചെയ്തിട്ട് ചെയ്യാത്ത കാര്യം എന്താണ്? ഒന്നുമില്ല. എല്ലാം ചെയ്തിട്ടുണ്ട്. സൂപ്പർ. വെരി ഗുഡ്. അപ്പൊ ഒരു ഉത്തമ എന്താണ്, നിങ്ങളൊരു വലിയ ഒരു
ഗ്രേറ്റ് കപ്പിൾസ് ആണ്. അടുത്ത ചോദ്യം, രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുമ്പോൾ വിളിക്കുന്ന പേര്? ചക്കര. ചക്കര. ഇവിടെ എഴുതിയിരിക്കുന്ന എടി. കണ്ട? അപ്പൊ ഏതാണ് ഫ്രാൻസി? ഏതാണ്? അത് ഞാൻ വിളിക്കുന്നതല്ലേ? ആ, എന്നെ വിളിക്കുന്നത്. എന്നെ എപ്പോഴാണ് ചക്കര എന്ന് വിളിച്ചത്? ഡേറ്റ് ഓഫ് ബർത്ത്? 5th October 1974. ഓ, ഇത്രയും പ്രായമുണ്ടോ? 5th October 1974. ഇത് 10/12/1978. ശരിയാണോ? അതെ. ഓ, എല്ലാരും നല്ല കേടി കൊടുത്തട്ടെ. അപ്പം ഡെഫിനറ്റ്ലി നേരത്തെ കുട്ടൻ പറഞ്ഞ പോലെ ഒരു ഗ്രേറ്റ് ഫാമിലി. വെരി ഗുഡ്. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും, അല്ലേ, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ഇനി ഒരുപാട് വർഷങ്ങൾ, ഇന്ന് ബർത്ത്ഡേ ആണ്, ഇനി ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ തന്നെ, ഇതിനേക്കാട്ടിൽ ഇതുപോലെ, ഇതും അപാരമായിട്ടുള്ള പ്ലേയിങ് ആണ് ഫ്രാൻസിയുടെ. അതുപോലെ തന്നെയാണ് സ്വഭാവവും. കാരണം ഇത്രയും സഹൃദയനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്താണ് പറയുന്നത്, ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ്. ഫ്രാൻസിസിനും ഫാമിലിക്കും എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. എനിക്ക് അത്ഭുതമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിക്ക് ദേഷ്യം വരും എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമാണ്. ദേഷ്യം വരാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഞാൻ തന്നെ ഒപ്പിച്ചു വെക്കണതാണ്. ആണല്ലേ? ഞാൻ എപ്പോഴും കാണുമ്പോൾ ഞാൻ ഫ്രാൻസിയുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയാണ്. എപ്പോഴും ആ ചിരി ഉണ്ടാവും. ഒരു നല്ല സുന്ദരനാണ്, സംശയമില്ലല്ലോ. എപ്പോഴും ആർക്കാണെങ്കിലും ഫ്രാൻസിയോട് ഒരു ദേഷ്യം അങ്ങനെ തോന്നാൻ സാധ്യതയില്ല. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയുടെ, ഒരു പ്രത്യേകമായിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ, ഒരു പോസിറ്റിവിറ്റിയുടെ, അതാണ് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. ഇപ്പം എന്നെ കണ്ട് പല ആൾക്കാരും അയാൾക്ക് ഭയങ്കര ജാടയാണെന്ന് പറയും. പക്ഷെ ഒരു കാരണവശാലും ഫ്രാൻസിയെ പറ്റി ഒരാളും അങ്ങനെ പറയാൻ സാധ്യതയില്ല. അതൊരു വലിയൊരു ഫാസറ്റാണ്, ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ വ്യക്തിത്വത്തിനെ ഞാൻ ഏറെ ആദരിക്കുന്നുണ്ട്. പിന്നെ മ്യൂസീഷ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ട് വേണ്ട ഇനി അറിയാനായിട്ട്. കാരണം അത്രയധികം അക്കളേറ്റ്സ് ഡിസേർവ് ചെയ്യുന്ന ഒരു ഉത്തമനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റാണ്. എപ്പോഴും ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായ സമർപ്പണത്തിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ കേരളത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു മികച്ച കലാകാരനാണ്. അപ്പോൾ ഫ്രാൻസി ആൻഡ് ഫാമിലി, ഈ ദിവസത്തിൽ എനിക്കും കൂടെ ഈ സീറ്റിലിരുന്നെങ്കിലും ഇവിടെ പങ്കെടുക്കാൻ പറ്റിയതും കാണാൻ പറ്റിയതും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് സംഗീതം ഇങ്ങനെ നിറഞ്ഞ് ഫാമിലി തന്നെ ആ മ്യൂസിക് അടുത്ത ജനറേഷനിലേക്ക്. മക്കള് ഉണ്ടോ? പഠിക്കുന്നുണ്ട്, വയലും പഠിക്കുന്നുണ്ട്, മോനും പഠിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും ആ ഒരു ഹെറിഡിറ്റി മുന്നോട്ട്, ആ ട്രഡീഷൻ മുന്നോട്ട് കൊണ്ടുപോട്ടെ. രണ്ടുപേരും നല്ല കലാകാരൻ കൂടെ ആവട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസേട്ടാ, ഒരുപാട് സന്തോഷം. താങ്ക് യു ഡിയർ. ഫാമിലിയെ ഫുൾ കണ്ടപ്പോൾ അത് ഫ്രാൻസേട്ടൻ്റെ ബോൺസായി ആണ് കേട്ടാ. കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട് മോൻ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് വയലിൻ പഠിക്കുന്നു എന്നറിഞ്ഞപ്പോൾ. ഒരുപാട് സന്തോഷം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പക്ഷെ എന്നാലും ബർത്ത്ഡേ ദിവസം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വെളിപ്പെടുത്തണ്ടായിരുന്നു. എത്ര കല്യാണ ആലോചനയാണെന്ന് പറയുമ്പോൾ ഇങ്ങേർക്ക് വന്നത്, നമ്മൾ തട്ടിക്കളഞ്ഞത്. പക്ഷെ ഇനി അതൊക്കെ നിന്നില്ലേ? എന്ത് ചെയ്യാൻ പറ്റും ഫ്രാൻസിസ് തന്നെ. ഫ്രാൻസിസ് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 24 വർഷം 25 വർഷം അല്ലേ? കറക്റ്റ്. എനിക്ക് തോന്നുന്നു 94 കലൂർ ബാലസാറിന്റെ റെക്കോർഡിങ്ങിനാണ് ഫ്രാൻസിസിനെ പരിചയപ്പെടുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, സാന്റസിലെ സ്റ്റുഡിയോയിൽ വെച്ച്. 25 വർഷമായി നമ്മൾ പരിചയപ്പെട്ടിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഇതേ ചിരിക്കുന്ന മുഖം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരു 500 1000 സ്റ്റേജിലെങ്കിലും ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാ സ്റ്റേജുകളും എനിക്ക് ഓർമ്മയുണ്ട്. ഓരോ പരിപാടി കഴിയുമ്പോഴും ഓരോ പാട്ടിനെയും പ്രത്യേകമായൊക്കെ ചില പാട്ടുകൾ ഫ്രാൻസിസ് അഭിനന്ദിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലുണ്ട്. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റിനോടും ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. നന്നായിട്ട് പാടിയാൽ അപ്പം തന്നെ ഫ്രാൻസിസിൻ്റെ ഒരു റിയാക്ഷൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസിസിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഫ്രാൻസിസിനും കുടുംബത്തിനും എല്ലാ നന്മകളും നേരുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കേക്ക് പോരട്ടെ. Happy birthday to you. Happy birthday to you. Happy birthday dear Francie.
Happy birthday to you. Happy birthday to you. Happy birthday, dear Francie. Happy birthday to you. പാർവതിക്ക് ഒരു ശകലം കേക്ക് കൊടുത്തേ. ഈ പടം ഇത്ര മനോഹരമായിട്ട് വരച്ചത് മനു ആണ്. നമ്മുടെ ആർട്ടിലെ മനു ആണ്. മനു ഇവിടെ ഉണ്ടോ? ബോലോ മനു കീ. Congratulations. അടിപൊളി. ഒറ്റ മണിക്കൂർ കൊണ്ടാണ് മനു ഇത് വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആർട്ട് സെക്ഷനിലൊക്കെ ഉള്ള എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം, മനുവിനെ പോലുള്ള എത്രായിരം ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ഈ ടോപ്പ് സിംഗറിലുള്ളത്. കാരണം അവരൊക്കെ 1 മണിക്കൂർ കൊണ്ട് ഇത്രയും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കഴിവുറ്റ ഒരു ആർട്ടിസ്റ്റാണ് മനു. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വിധുമാമ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? പൊൻപുലരുളി പൂ വിതറിയ നമ്മുടെ നേഹലൂട്ടി. വെൽക്കം നേഹൽ ഓൺ സ്റ്റേജ്. നേഹലൂട്ടിക്ക് ക്യൂട്ടി രബിഡി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം. മൊമെന്റ് ഓഫ് ദ ഡേ സുദീപങ്ങൾ വെച്ചു കൊടുക്കുന്നു. ആരും കാണാതെ അരയാലിൻ കൊമ്പിന്മേലാടും പൊന്നാട് തിരിച്ചേകൂ നീ ഉണ്ണി. നിസ്സംഗനായി നിന്നു പാടുന്നുവോ കൃഷ്ണ. സഗമപമഗമഗ സനിപമഗമപനി സനിപമഗ സസ. പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ? കാതരമിഴി നീ കാണാക്കാർ കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ?